ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ സഞ്ജു വ്ലോഗ്സ്. ഇന്ന് ഞാൻ ഒരു വീഡിയോ ആണ് ഇടുന്നത്. ഒരു ഫിഷ് ടാങ്ക് ക്ലീനിങ് ആണ്. എൻ്റെ വീട്ടിൽ ഫിഷ് ടാങ്ക് ഉണ്ട്, അതാണിത്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കുറച്ച് മീനൊക്കെ ഉണ്ട്. സിലോപ്പി ഉണ്ട്, പിന്നെ പള്ളത്തി ഉണ്ട്, പിന്നെ ഷാർക്ക്, അക്വേറിയം ഷാർക്കുണ്ട്, പിന്നെ ക്യാറ്റ് ഫിഷ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ടാങ്ക് ക്ലീൻ ആക്കാനാണ് ഒരു വീഡിയോ. പിന്നെ ആദ്യം ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ആ അക്വേറിയം ഒന്ന് ക്ലീനാക്കി വീടിൻ്റെ മോളിയായിട്ടൊന്ന് വെച്ചിട്ട്, പിന്നെ വീടിൻ്റെ മോളിയായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വേറൊരു മീനെ ഇടണം. ക്യാറ്റ് ഫിഷിൻ്റെ അടുത്ത് അക്വേറിയത്തെ ഇടണം. കുറച്ചാൾ കഴിയുമ്പോൾ ഓസ്കാറിന് അക്വേറിയത്തായിട്ട് മേടിക്കും. ഓക്കെ, അതാണ് വീഡിയോ. ഇന്ന് ഗൈസ്, നമ്മളിപ്പോൾ ഇത് അക്വേറിയം വീടിൻ്റെ മുകളിലിട്ട് വെക്കുകയാണ്. എൻ്റെ ചേട്ടനുണ്ട് ക്ലീനിങ്ങിന്. ചേട്ടനാണ് ക്ലീൻ ചെയ്യണം, ഞാനും സഹായിക്കാനുണ്ട്. അപ്പോൾ ചേട്ടനോടെ മുകളിൽ നിൽക്കുകയാണ്. മുകളിൽ നമ്മൾ ഡോർ തുറന്ന് നോക്കണം. ഗൈസ്, ഇതാണ് അക്വേറിയം. അക്വേറിയം. ഈ ചെടീൻ്റെ അകത്ത് ഉള്ളതല്ല, താഴത്തുള്ള ചെടിയാണത്. ഈ അക്വേറിയത്തിലേക്ക് ക്യാറ്റ് ഫിഷിനെ ഇടണം. ചിലപ്പോഴേ ഇടുകയുള്ളൂ. ഗൈസ്, ഇതാണ് അക്വേറിയം. ഇവിടെയാണ് നമ്മുടെ വെക്കുന്ന സ്ഥലം. ഇതാണ് അക്വേറിയം. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിനെ നിറയണം. ഗൈസ്, ഇപ്പോൾ കഴുകുകയാണ് നമ്മുടെ അക്വേറിയം. അത് സെറ്റാക്കിയിട്ടുണ്ട്. എയറേഷനും മറ്റേ ലൈറ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട്, എയറേഷൻ ഫിറ്റ് ചെയ്തിട്ട്. ഇത് ഇപ്പോൾ ഒന്നും മീനൊന്നും ഇടുന്നില്ല, കുറച്ച് കളയുമ്പോൾ മീനിടും. ഗൈസ്, നമ്മൾ അതിൻ്റെ വെള്ളം കോരിക്കളയാൻ വേണ്ടി ഒരു ബക്കറ്റ് എടുക്കുന്നുണ്ട്. ആ ബക്കറ്റ് യൂസ് ചെയ്യണം. എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു മീനെ വളർത്താൻ വേണ്ടി ഒരു കുളമുണ്ട്. ആ കുളത്തിയിട്ട് ഇടാൻ വേണ്ടിയാണ് ഇത്. കുറേ മീനൊക്കെ മേടിക്കും. കുളം ഫുള്ള് സെറ്റായിട്ടില്ല, അപ്പോൾ കുറച്ച് കുഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം ആഴമൊക്കെ ആയിട്ടുണ്ട്. നൈസ് കുളം, കുഴിച്ച കുളം. അതിപ്പോൾ മീനൊന്നും ഇല്ല. ഇനിയും കുറച്ചുകൂടി കുഴിക്കുകയും വീതി കൂട്ടും. അത് കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. ഈ ബക്കറ്റാണ് പറഞ്ഞ ബക്കറ്റ് ഇതാണ്. ഈ ബക്കറ്റ് വെച്ചാണ് ഇവിടുത്തെ വെള്ളം കോരിക്കളഞ്ഞത്. കുറേ കോരിക്കളഞ്ഞാന്ന്, പക്ഷെ കാര്യം ഉണ്ടായാലും വീണ്ടും വെള്ളം നിറഞ്ഞ് വരികയാണ്. മണ്ണിൻ്റെ അടിയിലത്തെ വെള്ളം കൊണ്ട് ക്ലിയർ ആണെങ്കിൽ, പക്ഷെ മണ്ണിൻ്റെ കൂടെയാണ്ട് അഴുക്കാണ്. അത് കാരണം നാളെ നമുക്ക് ഇത് ക്ലീൻ ആക്കാം. പകുതി ചേട്ടൻ കൈവച്ച കളയാനുണ്ട്. ഈ ബക്കറ്റ് വെച്ച് നല്ലോണം കളയണം. ഇവിടെ കുറച്ച് വെള്ളം കുറച്ചിട്ടുണ്ട്. ഇനിയും വെള്ളം കളയണം. ഇപ്പം നല്ല അടിയിലത്തെ ചെളിയെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി എൻ്റെ മീനെയൊന്നും ഇപ്പം കാണാനില്ല. കുറച്ച് മീനെ കാണും. ഗൈസ്, ഇത് ഷാർക്കാണ്. അല്ല, മറ്റൊരു മീൻ. ഇതാണ് ഷാർക്ക്. ക്യാറ്റ്ഫിഷിന് ഷാർക്ക്. ഞാൻ തൊടാൻ പോണേ. ഇവിടത്തെ ക്യാറ്റ് ഫിഷ് കാണാനില്ല. ബാക്കി എല്ലാ മീനും ഇവിടെ ഉണ്ട്. സിലോപ്പി, പള്ളത്തി. ഇത് കരിമീനായിട്ട് തോന്നുന്നു, വെച്ചാൽ സിലോപ്പി തന്നെയാണിത്. ഷാർക്കും ഉണ്ട് ഇവിടെ, പക്ഷേ ക്യാറ്റ് ഫിഷിനെ കാണാനില്ല. ക്യാറ്റ് ഫിഷ് ചാടി എങ്ങാണ്ട് പോയിട്ടുണ്ട്. മഴയപ്പോൾ നിറച്ച് വെള്ളം നിറഞ്ഞിട്ടുണ്ട്, അന്നേരം അവിടെ ചാടിപ്പോയിട്ടുണ്ട്. ക്യാറ്റ് ഫിഷ് അങ്ങനെ ചത്തു. ഇനി വെള്ളം ഒഴിക്കണം. അങ്ങനെ നമ്മുടെ ക്യാറ്റ് ഫിഷ് ചത്തെന്ന് തോന്നുന്നു. ഒരു സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ഉണ്ടാകുന്നില്ല, അപ്പോൾ ചത്തു.